ഹായ് ഗൈസ്, അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 5 മിനിറ്റ് പോലും ഈ ഒരു വ്ളോഗ് ഉണ്ടാവത്തില്ല. പക്ഷേ രണ്ട് ചെറിയൊരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ അവൻ്റെ വീടിൻ്റെ ബാക്കിൽ ചെറിയൊരു ഗപ്പി ടാങ്ക് സംഭവം അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് ടാങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ വിശേഷം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. നോർമലായിട്ടുള്ളൊരു ഫ്രിഡ്ജിൻ്റെ ടാങ്കിലാണ് മച്ചാൻ ഈ ഇത് സെറ്റ് ചെയ്തത്. പുറത്ത് ചെറിയ കണ്ടോ നൈസായിട്ടുള്ള ചെറിയ കണ്ണി അകലം കുറഞ്ഞ വല ഇട്ടിട്ടുണ്ട്. അത് അതായത് കൊക്കും കാര്യങ്ങളും ഒക്കെ വന്ന് കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ടാങ്കും നല്ല രീതിയിൽ പ്ലാന്റ് ലെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അകത്ത് ചെറിയ അക്വാട്ടിക് പ്ലാന്റ്സ് കണ്ടോ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം. ചെറിയ അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ടും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ അതിൻ്റെ പുറമെ ഒരു അപ്പർ ലെയറായിട്ട്, അതായത് ചൂടും കാര്യങ്ങളുമൊക്കെ പിന്നെയും കൺട്രോൾ ചെയ്യാനും അതുപോലെ വാട്ടർ പ്യൂരിഫിക്കേഷനും വേണ്ടിയിട്ട് ചെറിയ ലീവ്സ് ഉള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള പായലും അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡബിൾ ലെയറിംഗ് ആയിട്ടുള്ളൊരു പ്ലാൻ ലെയറിംഗ് ആണ് അവൻ ഈ ഒരു ഗപ്പി ടാങ്കിൽ അവൻ ചെയ്തിട്ടുള്ളത് മച്ചാൻ. അപ്പോൾ പല ടൈപ്പ് ഗപ്പീസ് ഉണ്ട്. നോർമലും വൈൽഡ് ഗപ്പീസ്, അതുപോലെ തന്നെ നോർമലായിട്ടുള്ള റെഡ് ടെയിൽ ഗപ്പീസ്, ഫ്ലൂറസൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സംഭവം ഞാൻ അധികം നേരം നിൽക്കാത്തതുകൊണ്ട് സംഭവം അത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, കാണാം നമുക്ക്. ഈ ഫ്രിഡ്ജിൻ്റെ ഇത് ഫ്രീസറിൻ്റെ പോർഷനാണ്. ഫ്രിഡ്ജ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് നോർമലായിട്ടുള്ള ഒരു പോർഷനും അതുപോലെ തന്നെ ഇത് ഫ്രീസറിൻ്റെ പോർഷനുമാണ്. അവിടെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സംഭവം ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ ഗപ്പി ഫിഷസ് പാസ് ചെയ്യും. കേട്ടോ, ഇവിടെ കുറച്ച് ഫ്ലൂറസൻ ടെയിലൊക്കെ ഉണ്ട്. മുത്തേ ഒന്ന് തുറന്നട, വല ഒന്ന് പൊക്കൂ. ഇവിടെ ഫ്ലൂറസൻ ടെയിൽ ഇവിടെ ഈ ഒരു പോർഷനിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഇതിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഡെൻസിറ്റി തന്നെയുണ്ട് സംഭവം. പക്ഷെ കളേർഡല്ല, ഫ്ലൂറസെൻ്റ് ഉണ്ടായിരുന്നു. ഫ്ലൂറസെൻ്റ് പക്ഷെ ഒളിച്ച് കളിക്കുകയാണ് സംഭവം. ഫ്ലൂറസൻ ടെയിലുണ്ടായിരുന്നു. ഇവിടെ ടോർച്ച് അടിക്കുകയാണ്. ടോർച്ച് അടിച്ച് നോക്കാൻ നോക്ക്. ടോർച്ച് അടിക്കുമ്പോൾ എന്തെങ്കിലും കാണുമോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാം. അതെ, ഫ്ലൂറസെൻ്റ് വന്നിരിക്കുന്നു. ഓ അതെ, എടാ ടോർച്ച് അടിച്ച് കാണിക്കുമ്പോൾ എല്ലാം കൂടി വരുന്നുണ്ട്. ആ ഒരു അട്രാക്ട് ചെയ്തിട്ട്, ആ ലൈറ്റ് അട്രാക്ട് ചെയ്തിട്ട് എല്ലാ ഗപ്പിക്കുഞ്ഞുകളും കൂടി വരുന്നുണ്ട്. ഇത് ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ടാങ്ക് ഉണ്ട്. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ടാങ്കിലും അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. എന്താണ് വന്നാ ഫ്ലൂറസെൻ്റ് വന്നാ? അതെ, ഫ്ലൂറസെൻസ് ഒന്ന് കുറേ ഉണ്ടല്ലോടാ. നിങ്ങളും ഇതുപോലെ ഗപ്പി ടാങ്ക് നിർമ്മിക്കുമ്പോൾ 2 ലെയറിങ് ചെയ്യണം. ഈ ഒരു പ്ലാന്റും അതുപോലെ തന്നെ അതിൻ്റെ പുറമെ ഇങ്ങനെയുള്ള പായലും നിങ്ങൾ നിരത്തണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്ളോഗും കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റെഫിൻ ഇവിടെ ഇല്ല. സ്റ്റെഫിൻ ചെറിയൊരു പ്രോഗ്രാമിന് പുറത്തേക്ക് പോയേക്കുക. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വ്ളോഗ് എന്ന രീതിയിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഫ്രിഡ്ജ് ടാങ്കിലാണ് അവൻ ചെയ്തിട്ടുള്ളത്. ഈ ഫ്രിഡ്ജ് ടാങ്കിലും ഇതുപോലെ ഒരു നോർമൽ കണ്ടോ, ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഗപ്പി ഫിഷസ് ഉണ്ട്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഗപ്പി ടാങ്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ, അതുപോലെ തന്നെ സ്റ്റെഫിന് ഏകദേശം ഈ ഒരു വെക്കേഷന് ഈ 2 ഫ്രിഡ്ജ് ടാങ്ക് വെച്ചിട്ട് ഏകദേശം ഒരു 12,000 അറൗണ്ട് റുപ്പീസ് അവന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വ്ളോഗിൽ നമുക്ക് സ്റ്റെഫിനോടും സജീഷിനോടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ചെറിയ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ VC ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ അടുത്ത മാസം ഞങ്ങളുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ എന്തായാലും മറ്റൊരു മനോഹരമായ വ്ളോഗുമായി കാണുന്നവരെ, ദിസ് ഇസ് മീ യോ അംബരീഷ് മുകുന്ദൻ സൈനിങ് ഓഫ് ഫ്രം കൊച്ചി വ്ളോഗ്.